ഹലോ ഗേയ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 4 മണി പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്, പഴംപൊരി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങാടി പോയപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം വാങ്ങിക്കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് 4 മണിയാകുമ്പോൾ ഒരു ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബാറ്ററി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിക്കണം കേട്ടോ. എന്നിട്ട് അതിക്ക് ലേശം പാകത്തിന് ഉപ്പിട്ടിക്കണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഏറണ്ട, കുറച്ചിട്ടാൽ മതി, കളറിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഞാൻ ഇട്ടതിപ്പോൾ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. നമ്മൾ അപ്പക്കാരെന്നൊക്കെ പറയില്ലേ. പിന്നെ ഞാൻ ഇടുന്നത് ഈസ്റ്റിൻ്റെ കുറച്ചൊരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഉണ്ട് അതിൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ലേശം ഇട്ടിക്കണ്. ഇനി നമുക്ക് അതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ മാവ് അരച്ചതിൻ്റെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ലേശം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാതും പാകത്തിന് ഇടണം കേട്ടോ, ഒന്നും ഏറരുത്. നമ്മൾ എത്രയാണോ പൊടി ഇടണമെന്ന് വെച്ചെങ്കിൽ ആ പൊടിൻ്റെ കണക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 സ്പൂണ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ മാവും ഇതൊക്കെ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ഇട്ടത് ലാസ്റ്റായിട്ട് പഞ്ചസാര കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടിക്കണ്. ഇനി നമുക്ക് എന്ത് വേണം, അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പാകത്തിന് ഒരു 1/4 കപ്പ് വെള്ളം പാർന്നിട്ട് ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ആദ്യം നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. പിന്നെ നമ്മളൊന്ന് റെഡി ആയതിൻ്റെ ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി. വല്ലാതെ വെള്ളം ഏറിക്കരുത്, കാരണം കുറച്ച് ടൈം ആകുമ്പോഴത്തേന് തന്നെ അത് ലൂസായി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. പൊടിയും നമ്മളിട്ട എല്ലാ ചേരുവകളും എല്ലാതും അതിൽ നല്ലോണം മിക്സായി ചേർന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂർ, കയറി വന്നു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്തെങ്കിലും നമ്മൾ ആ ഈസ്റ്റും കാര്യങ്ങളും എല്ലാതും അതിൽ പിടിച്ചിട്ട് ഒന്ന് റെഡിയാവും കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കണതിൻ്റെ ഇടയിലൂടെ നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കണതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു പാട്ട് എനിക്ക് കിട്ടുന്ന പോലെ ഞാൻ പാടിത്തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാ നിന്റെ പൊന്നുമ്മ, ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാ നിന്റെ പൊന്നുമ്മ, ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഞാൻ എനിക്കറിയണ പോലെ ഒരു പാട്ട് ഇങ്ങ് പാടി തന്നിക്കണ്. അപ്പോൾ ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബാറ്ററി കുറച്ച് നേരം വെച്ച് അപ്പോൾ അതൊക്കെ റെഡിയായി കിട്ടി. ഇപ്പോൾ നമ്മൾ പഴംപൊരി ഓരോന്നായിട്ട് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. അവിടെ ഒരു പാത്രത്തിൽ കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ ലേസം എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളെ പഴംപൊരിയൊക്കെ ചുട്ട് റെഡിയായി വന്ന് നല്ല ഉസാറ് പഴംപൊരിയായി കിട്ടി കേട്ടോ. അപ്പോൾ